മുഖ്യമന്ത്രി സതീശനെതിരെ CPM ഒരു കൊട്ടേഷൻ സംഘത്തെ നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശയം തോന്നും, വെറുതെ തള്ളുകയാണ് എന്ന് തോന്നും. അങ്ങനെയല്ല. CPM എക്കാലത്തും അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി 1 മാസം പോലും തികയാത്ത സതീശൻ്റെ ജനപ്രീതി അനുദിനം ഉയരുന്നത് കണ്ട് വല്ലാത്ത ബേജാറിലായ CPM അതിനുള്ള പണി തുടങ്ങിക്കഴിഞ്ഞു. പഴയ സിനിമയുണ്ടല്ലോ, സന്ദേശം സിനിമയെ പറയുന്നുണ്ട്, നാട്ടിൻപുറത്ത് കൊള്ളാവുന്നൊരു ചെറുപ്പക്കാരൻ വന്നാൽ അവനെ ഏതെങ്കിലും പെണ്ണ് കേസിൽ കൊടുക്കണം, അവനെതിരെ ഏതെങ്കിലും അഴിമതി ആരോപണം ഉന്നയിക്കണം, അല്ലെങ്കിൽ അവനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു നയം എക്കാലത്തും CPM-നുണ്ടായിരുന്നു. CPM ഈ പണി ചെയ്യുന്നുവെന്ന് ഇന്ന് സതീശൻ തന്നെ പറയാതെ പറഞ്ഞു. ഇന്ന് സതീശൻ്റെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പത്രസമ്മേളനം ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ 10 വർഷം കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പിണറായി വിജയൻ ഒരു മാധ്യമങ്ങളെയും കാണില്ലായിരുന്നു. മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ ജനങ്ങൾ അറിയാൻ വേണ്ടി മീഡിയയ്ക്ക് മുമ്പിൽ ബ്രീഫ് ചെയ്യുന്ന പരിപാടി പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല. സതീശൻ വന്നതിന് ശേഷം കേരളത്തിൽ മുൻകാല മുഖ്യമന്ത്രിമാർ ചെയ്തിരുന്നത് പോലെ ആ മീഡിയ ബ്രീഫിംഗ് പുനരാരംഭിച്ചു. ഇന്ന് സതീശൻ പറയുകയാണ്, ഞാൻ നിങ്ങളോട് മറുപടി പറയുന്നു. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ നിങ്ങൾ ആ ചോദ്യം കേൾക്കാൻ തയ്യാറാവാതെ നിങ്ങളിൽ ചിലർ 2-3 പേർ ഞാൻ നോക്കിക്കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഇത് തന്നെ 2-3 പേർ തുനിഞ്ഞിറങ്ങി വന്ന് അതേ ചോദ്യം തന്നെ വീണ്ടും ആവർത്തിച്ച് എന്നെക്കൊണ്ട് മറുപടി പറയിപ്പിക്കാതെ ആ പത്രസമ്മേളനങ്ങൾ, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങൾ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. അതാണ് CPM-ൻ്റെ കൊട്ടേഷൻ സംഘത്തിൻ്റെ ഒരു രൂപം. കാരണം മുഖ്യമന്ത്രി ജനങ്ങളോടാണ് സംസാരിക്കുന്നത്, മാധ്യമങ്ങളിലൂടെ ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. ആ മാധ്യമ സമ്മേളനങ്ങളെ അലങ്കോലപ്പെടുത്തുക, അതിനെ വഴിതെറ്റിക്കുക, ഡിസ്റ്റോർട്ട് ചെയ്യുക, ഇത് ഈ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി CPM ചില ആളുകളെ ഇറക്കിയിരിക്കുന്നു. ഈ പണി പിണറായിയുടെ കാലത്ത് ചെയ്തിട്ടുണ്ട്. പിണറായിയുടെ കാലത്ത് എങ്ങനെയാണെന്നറിയോ? അതാണ് പിണറായിയുടെ കാലത്ത് ഈ കൊട്ടേഷൻ സംഘം പ്രവർത്തിച്ചത്. പിണറായി വിജയൻ വരും, 2-3 ചോദ്യങ്ങൾ നേരത്തെ തീരുമാനിച്ച ചില ആളുകൾ അങ്ങോട്ട് ചോദിക്കും. അവരത് ചോദിക്കും, അതിനുള്ള മറുപടി പിണറായി ഇങ്ങനെ നീട്ടിപ്പിടിച്ചങ്ങ് പറയും. എന്നിട്ട് സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് മൈക്ക് ഓഫ് ചെയ്ത് പോകും. ബാക്കിയുള്ള മാധ്യമ പ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം നിഷേധിക്കുമാറ് CPM സ്പോൺസർ ചെയ്ത് ഇറക്കിയിരിക്കുന്ന ചില കൊട്ടേഷൻ സംഘങ്ങൾ അങ്ങനെ മുഖ്യമന്ത്രിക്ക് ഫേവറബിളായിട്ടുള്ള, അനുകൂലമായിട്ടുള്ള മറുപടി പറയാണ്ടുന്ന ചോദ്യങ്ങൾ നേരത്തെ നിശ്ചയിച്ച തിരക്കഥപ്രകാരം ചോദിക്കും. എന്നിട്ട് അത് കഴിയുമ്പോൾ എല്ലാം സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് മൈക്ക് ഊരിയിട്ട് നീറോ ചക്രവർത്തിയെ പോലെ ഈ മനുഷ്യൻ ഇറങ്ങിപ്പോകുമായിരുന്നു പിണറായി വിജയൻ. അവർ തന്നെ അന്ന് എങ്ങനെയാണോ പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള കൊട്ടേഷൻ ഏറ്റെടുത്ത അതേ മാധ്യമ ഗുണ്ടകൾ എന്ന് പറയണം. മറ്റുള്ളവരുടെ അവസരം നിഷേധിക്കുന്നത്, മറ്റുള്ളവർക്ക് അവരുടെ തൊഴിലിൻ്റെ ഭാഗമായി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം നിഷേധിക്കുന്നത് ഗുണ്ടായിസം തന്നെയാണ്. അത് മാധ്യമപ്രവർത്തനം നടത്തിയാലും ഗുണ്ടായിസം തന്നെയാണ്. ആ ഗുണ്ടായിസം നടത്തിക്കൊണ്ടിരുന്നവർ ഇപ്പോൾ വന്നിട്ട് സതീശൻ്റെ പത്രസമ്മേളനങ്ങളെ അലങ്കോലപ്പെടുത്താനുള്ള ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കും. മറ്റാർക്കും ഉത്തരം പറയാൻ അവസരം കിട്ടരുത്, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടാവരുത് എന്ന് കരുതി ഇവർ ആ ചോദ്യങ്ങൾ ചോദിക്കും. അത് ക്ലീനായിട്ട് AKG സെൻറ്ററിൽ തയ്യാറാക്കി കൊടുക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. സതീശനത് മനസ്സിലായി. സതീശൻ പറഞ്ഞു, നിങ്ങളെല്ലാം 2-3 പേർ ആരായിരിക്കും? ദേശാഭിമാനക്കാരായിരിക്കാം, അല്ലെങ്കിൽ ദേശാഭിമാനിയേക്കാൾ വലിയ CPM പ്രഭം കാണിക്കുന്ന മരംമുറി ചാനലിൻ്റെ ആളുകളായിരിക്കാം, അതുമല്ലെങ്കിൽ കൈരളി TV ആയിരിക്കാം. ഈ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ 2-3 പേരെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് അവരോട് ഓരോരുത്തരുടെയും ഓരോ ചോദ്യം ചോദിക്കുക, ഒരേ ചോദ്യം തന്നെ പല രൂപത്തിൽ തിരിച്ചും മറിച്ചും ചോദിക്കുക. ആ പ്രവണതയാണെന്ന് കണ്ടത്. ഇന്ന് നോക്കൂ, ഇന്നത്തെ പത്രസമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ചോദ്യം, PM ശ്രീ പദ്ധതി നടപ്പാക്കുമോ? നടപ്പാക്കാതെ തരമില്ല എന്ന് മുഖ്യമന്ത്രി സതീശൻ പറയുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. കേരള സർക്കാർ സംസ്ഥാന സർക്കാർ അറിയാതെ മന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞ് പിണറായി വിജയൻ്റെ കാലത്ത് അത് ഒപ്പിട്ടു. അതുകൊണ്ടാണല്ലോ CPI പ്രതിഷേധിച്ചത്, CPIയുടെ മന്ത്രിമാർ പ്രതിഷേധിച്ചത്, പാർട്ടി പ്രതിഷേധിച്ചത്, ഇടതുമുന്നണി യോഗത്തിൽ പ്രശ്നമുണ്ടായത്. അപ്പോൾ അത് മാറ്റിവെക്കാൻ, തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഒപ്പിട്ടത് തന്നെയാണ്. അതിൻ്റെ പേരിൽ 93 കോടി രൂപ വാങ്ങുകയും ചെയ്തു. അന്ന് ശിവൻകുട്ടി അടക്കമുള്ളവർ, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ അത് സമ്മതിച്ചതാണ്. അതുകൊണ്ട് ഭരണം എന്ന് പറയുന്നത് ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. ഒരു സർക്കാർ മാറുന്നു എന്നതുകൊണ്ട് മുൻ സർക്കാർ ഒപ്പിട്ട കരാറുകൾ ഏകപക്ഷീയമായി റദ്ദാക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് കേന്ദ്രവുമായിട്ടുള്ള കരാറാകുമ്പോൾ ആ പദ്ധതി നടപ്പാക്കാനുള്ള പണം കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ അത് റദ്ദാക്കാൻ കഴിയില്ല എന്ന് കൃത്യമായിട്ടും അറിയാം. എന്നാൽ പിണറായി വിജയൻ്റെ കാലത്താണ് ഈ കരാർ ഒപ്പിട്ട് പണം വാങ്ങി പെട്ടിയിൽ വെച്ച് പുട്ടടിച്ചതെന്ന്
സതീശനെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ 3-4 മാധ്യമപ്രവർത്തകർ അശ്രാന്തം കിണഞ്ഞ് പണിയെടുക്കുകയായിരുന്നു. കൊട്ടേഷനാണ്. ആദ്യം തന്നെ സതീശനെ ജനപ്രിയനാക്കുന്ന നയങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സതീശൻ മാധ്യമങ്ങളോട് മറുപടി പറയാത്ത, മാധ്യമങ്ങളോട് ധിക്കാരം കാണിക്കുന്ന, മാധ്യമങ്ങളോട് ദേഷ്യപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞ 2-3 പത്രസമ്മേളനങ്ങളിലായിട്ട് ഈ സംഘം കിടഞ്ഞു പണി തുടങ്ങിയിരിക്കുന്നു. ഇത് ഇങ്ങനെയൊക്കെ മാധ്യമങ്ങൾ ചെയ്യുമോ എന്ന് നിങ്ങൾ ചോദിക്കാം. ചെയ്യുമല്ലോ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. കേരളത്തിലെ മാധ്യമങ്ങളുടെ ഗുണ്ടായിസം, കൊട്ടേഷൻ പണി CPM ആദ്യം ഏൽപ്പിച്ചത് ആർക്കെതിരെയാണ്? സുരേഷ് ഗോപിക്കെതിരെയാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെതിരെ CPM മാത്രമല്ല, ഇവിടുത്തെ ജിഹാദികളും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും ഏറ്റെടുത്ത കൊട്ടേഷൻ അതിവിദഗ്ധമായി ഇപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആരാണ്? കേരളത്തിലെ മാധ്യമങ്ങളാണ്. ഓർക്കുന്നില്ല, ഒരു പെൺകുട്ടി, മീഡിയ 1 ചാനലിലെ ഒരു പെൺകുട്ടി, അവൾ വഴിയടഞ്ഞ് നിൽക്കുമ്പോൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് തോളിൽ തട്ടി ശരി പോവട്ടെ എന്ന് പറഞ്ഞത് സുരേഷ് ഗോപി ആ പെൺകുട്ടിയെ കയറി പിടിച്ചു എന്ന തരത്തിൽ വിവാദമുണ്ടാക്കി, വലിയ കോലാഹലമുണ്ടാക്കി, പോലീസ് കേസുണ്ടാക്കി, എന്തൊക്കെ കാണിച്ചു ഒരു മനുഷ്യനെ അപമാനിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സുരേഷ് ഗോപി കൊടുത്ത, ആർക്കും പരാതിയില്ലാത്ത, ഒരു വഴിപാടായി കൊടുത്ത ഒരു സ്വർണ്ണ കിരീടത്തിൻ്റെ പേരിൽ എന്തൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ആ മനുഷ്യൻ ഒരു ക്ഷേത്രത്തിൽ തൊഴാൻ ഒരു ഷോള് പുതച്ചു പോയാൽ അതിനെ വരെ വിമർശിക്കുന്ന തരത്തിൽ എന്തെല്ലാം കോലാഹലങ്ങളുണ്ടാക്കി. കേരളത്തിലെ 20 MP ഉള്ള സംസ്ഥാനമാണ് കേരളം. അതിലെ 19 MP വിട്ടുകളഞ്ഞിട്ട് സുരേഷ് ഗോപി എന്നുള്ള ഒരൊറ്റ MP തന്നെ ഇവർ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഈ കൊട്ടേഷൻ പണിയുടെ ഭാഗമാണ്. എന്തെങ്കിലും എവിടുന്നെങ്കിലും വീട് കിട്ടുക, അത് ഉപയോഗിച്ച് പൊളിറ്റിക്കലി ഒരാളെ രാഷ്ട്രീയമായി ഫിനിഷ് ചെയ്യുക. അതിന് പൊളിറ്റിക്കൽ അസാസിനേഷൻ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല, കാരണം അത് നേരിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ്. പക്ഷേ ഒരാളുടെ വ്യക്തിത്വം, ഐഡൻറ്റിറ്റി നശിപ്പിക്കാൻ, അയാളെക്കുറിച്ച് തെറ്റായ പ്രചാരണം നടത്തുന്നതും ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ അസാസിനേഷൻ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇല്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ യഥാർത്ഥ വസ്തുതകളെ മറ്റു തരത്തിൽ വ്യാഖ്യാനിച്ച് ഏതൊരാളെയും ഇല്ലാതാക്കാം. 1-2 മാധ്യമ പ്രവർത്തകർ, അത് പ്രിൻ്റ് മീഡിയ ആവട്ടെ, സാറ്റലൈറ്റ് ചാനലാവട്ടെ, അല്ലെങ്കിൽ ഓൺലൈൻ ചാനലാവട്ടെ, അവർക്ക് തുനിഞ്ഞിറങ്ങിയാൽ ചെയ്യാൻ പറ്റുന്നതാണെന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സതീശൻ്റെ ഗ്രാഫ് വല്ലാതെ ഉയർന്നിരിക്കുന്നു. കാരണം പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ സൗജന്യ ബസ് യാത്ര സ്ത്രീകൾക്ക് അനുവദിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാരം സർക്കാർ നികത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് ആ പദ്ധതി ഉദ്ഘാടനം ചെയ്ത അന്ന് തന്നെ ഇവിടെ മാധ്യമങ്ങളിൽ വാർത്ത വന്നു. സതീശൻ പറയുന്നു എല്ലാ ഓർഡിനറി ബസ്സുകളും സിറ്റി ഫാസ്റ്റുകളാക്കി മാറ്റി, ഓർഡിനറി ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന തരത്തിൽ ക്യാമ്പയിൻ ആരംഭിച്ചു. അത് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടു. സതീശൻ അതിൻ്റെ കണക്ക് പറഞ്ഞു, എത്ര വണ്ടികളാണ് ഓടിയിട്ടുള്ളത്. ഇപ്പോഴും ബഹുഭൂരിപക്ഷം KSRTCയുടെ ഏതാണ്ട് 80% അല്ലെങ്കിൽ 90% വണ്ടികൾ ഓർഡിനറി ബസ്സുകളാണ്. അതിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യ യാത്രകൾ അനുവദിക്കാമോ? അത് ഭരണഘടനാ ലംഘനമാണ്, പുരുഷന്മാരോടുള്ള വിവേചനമാണ് എന്നൊക്കെ പറഞ്ഞൊരു വിദ്വാൻ കൊണ്ട് ഹൈക്കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. പുരുഷന്മാർക്കും ഇത് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇനി പ്രൈവറ്റ് ബസ്സുകാരാണെങ്കിൽ അവർ പറയുന്നു, സ്ത്രീകൾ കയറാതെ ഞങ്ങളുടെ വാഹനം അങ്ങനെ ഓടിക്കും, ഞങ്ങളുടെ വണ്ടികളൊക്കെ സർക്കാർ ഏറ്റെടുത്തോ, വരുമാനം സർക്കാർ ഏറ്റെടുക്കുക, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് പെട്രോൾ സബ്സിഡി, ഡീസൽ സബ്സിഡി വേണം എന്നൊക്കെ ആവശ്യമായി പ്രൈവറ്റ് ബസ്സുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ കുഴപ്പമുണ്ടാക്കാനുള്ള കൊട്ടേഷൻ പണി ആരംഭിച്ചിരിക്കുന്നു. ആദ്യത്തെ കൊട്ടേഷൻ സംഘം മാധ്യമപ്രവർത്തകരുടെ രൂപത്തിൽ ഇറങ്ങിയിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഉറപ്പായും കാണാം, VD സതീശൻ എന്ന മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങളിൽ പങ്കെടുത്ത് ഈ മാധ്യമപ്രവർത്തകർ ഇത്തരം കുരുഷ്ട് പണികൾ, മറ്റുള്ളവരെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സമ്മതിക്കില്ല. അവർക്ക് ഈ സർക്കാരിനെ കരുതേച്ചു കാണിക്കാൻ പാകത്തിനുള്ള ചോദ്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടിരിക്കും. മുൻ സർക്കാരിൻ്റെ ഏതെങ്കിലും ചെയ്തിയെക്കുറിച്ച് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പ്രതിനിധിയായ തലവനായ മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് മറ്റു മാധ്യമങ്ങൾ കേൾക്കാതിരിക്കാൻ, അതിൻ്റെ മറുപടി മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിക്കാതിരിക്കാനുള്ള കൊട്ടേഷൻ പണി ഇവർ ഏറ്റെടുക്കും. ഇത് ആദ്യ ചുവടാണ്. അതിനുശേഷം ഇവർ എന്തും ചെയ്യും, CPM എന്തും ചെയ്യും എന്ന് നമ്മൾ കണ്ടതല്ലേ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സഞ്ചരിച്ചിരുന്ന കാറ് നേരെ കല്ലെറിഞ്ഞു, കാറിൻ്റെ ചില്ല് പൊട്ടി, അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ വന്ന് കല്ലുകൊണ്ടു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അതിനു മുമ്പും അതിനുശേഷവും ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ? ആരാണ് ചെയ്തത്? CPMകാരാണ്. ആ CPMകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ, പാർട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി, ആ പാർട്ടി ഏറ്റവും വെറുക്കപ്പെട്ട പാർട്ടിയായി മാറിയിരിക്കുന്നു. മുമ്പൊക്കെ തോറ്റാലും CPM പറയായിരുന്നു ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്, ജനങ്ങളാണ് തോറ്റത് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്ററും ബാനറും ഒട്ടിക്കുന്ന CPMന് അതിന് പറ്റുന്നില്ല. കാരണം അത്രമേൽ വെറുക്കപ്പെട്ട് കഴിഞ്ഞു തങ്ങളെന്ന് അവർക്കെല്ലാം ബോധ്യമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പക മുഴുവൻ ഭരിക്കുന്ന കക്ഷിയോടാണ്, മുഖ്യമന്ത്രി VD സതീശനോടാണ്. ഇത് സതീശനെ വെള്ളപൂശാനുള്ള
ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ എടുക്കുന്ന നിലപാട് നേരായ കാര്യങ്ങൾ പറയുക എന്നതാണ്. കാരണം മാധ്യമ ഗുണ്ടായിസം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് CPM-ന്റെ പിണിയാളുകളായ, ജമായത്തെ ഇസ്ലാമിയുടെ പിണിയാളുകളായ, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പിണിയാളുകളായ മാധ്യമ പ്രവർത്തകരാണ്. ഇപ്പോൾ ജമായത്തെ ഇസ്ലാമിയുടെ ആളുകളും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകളും സതീശൻ്റെ കൂടെയാണെങ്കിൽ അവരെക്കാളും ശക്തർ കേരളത്തിൽ CPM-ന്റെ നെറ്റ്വർക്ക് തന്നെയാണ്. അവർ BJP-ക്കെതിരെ, RSS-നെതിരെ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ ആക്ഷൻ പ്ലാൻ ഇപ്പോൾ നേരെ തിരിച്ച് സതീശന് നേരെ വെച്ചിരിക്കുകയാണ്. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, നിങ്ങളിൽ ചിലർ കഴിഞ്ഞ പത്രസമ്മേളനങ്ങളിലൊക്കെ ആയിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ പേര് പറയുന്നില്ല. അല്ലെങ്കിൽ നയനാരെ പോലെ താൻ ഏതാ, തൻ്റെ കടലാസ് ഏതാ, താൻ ഏത് ചാനലാണ് എന്നൊക്കെ ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് സതീശനെ മാറ്റണം, സതീശനെ പ്രകോപിപ്പിക്കണം. എന്നിട്ട് ഇവിടെ മാധ്യമങ്ങൾക്കെതിരാണ് മുഖ്യമന്ത്രി എന്ന് വരുത്തി തീർക്കണം. അതിനുള്ള ശ്രമം CPM ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരാണെങ്കിൽ വിദ്യാർത്ഥി വാനര സംഘത്തെ ഇതിനു മുമ്പ് തന്നെ ഇറക്കി കഴിഞ്ഞു. പക്ഷേ അവരെ ഇനിയും തെരുവിലിറക്കും. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നതല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ 100 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞ് കേരളം കലാപകലുഷിതമാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളും പിന്നെ അവരെ പിന്തുണച്ചുകൊണ്ട് യുവാക്കളും DYFIക്കാരും ഒക്കെ രംഗത്തിറങ്ങും. കേരളത്തെ എങ്ങനെ നശിപ്പിക്കാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി 10 വർഷം ഭരിച്ച് മുടിച്ച് കേരളത്തെ കുളം തോണ്ടിയവർ ഈ സംസ്ഥാനത്ത് വലിയ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ തുടക്കമാണ് ഈ മാധ്യമ കൊട്ടേഷൻ സംഘം ഇറങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം. അത് ഒട്ടും ഗുണകരമല്ല. കാരണം ഈ മാധ്യമ കൊട്ടേഷൻ സംഘമാണ് കേരളത്തിലെ BJP രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്നത്, കേരളത്തിലെ സംഘപരിവാറിനെതിരെ ക്യാമ്പയിൻ നടത്തുന്നത്. മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്, അല്ല സംഘപരിവാറിൻ്റെ പരിപാടിയിൽ സംഘപരിവാറിൻ്റെ മേധാവി പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുത്തില്ലേ VC-മാർ? എന്തു ചെയ്യും? VC-മാർക്കെതിരെ മുഖ്യമന്ത്രിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഈ മാധ്യമപ്രവർത്തകർക്ക് അറിഞ്ഞുകൂടാത്തത് അല്ല. നടപടി എടുക്കണമെങ്കിൽ ഗവർണറാണ് എടുക്കേണ്ടത്. പക്ഷെ ഗവർണർ ആരാ? സർസംഘചാലകനെ കണ്ടാൽ എണീറ്റ് നിന്ന് സല്യൂട്ട് അടിക്കുന്ന ആൾ അല്ലേ? അവർ രണ്ടും ഒരേ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരാണ്. അദ്ദേഹത്തിൻ്റെ യോഗത്തിൽ VC-മാർ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ ഗവർണർ VC-മാർക്കെതിരെ നടപടിയെടുക്കും എന്ന് കരുതാൻ മാത്രമുള്ള വിഡിത്തം കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കൊന്നുമില്ല. അവർക്കറിയാം. എന്നാലും ചോദിക്കണം. നമുക്ക് കൃത്യമായി ഇപ്പോൾ പകലാണ് എന്ന് ഉറപ്പുള്ളപ്പോൾ ഈ രാത്രിയിൽ ടോർച്ചില്ലാതെ പുറത്തിറങ്ങി നടക്കാമോ എന്ന് ചോദിക്കുന്നത് എന്താ കാര്യം? അത് മനഃപൂർവ്വം ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അതാണ് സതീശൻ പറഞ്ഞത്. നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന കാലത്ത് 4 VC-മാർ പങ്കെടുത്തല്ലോ മോഹൻ ഭഗവത്ജിയുടെ പരിപാടിയിൽ. അന്ന് നിങ്ങൾ അത് തെറ്റായി എന്ന് പോലും പറഞ്ഞില്ലല്ലോ. ഞാനത് തെറ്റായി എന്ന് പറയുന്നുണ്ട്. പിന്നെ സതീശൻ അത് തെറ്റായി എന്ന് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. നിങ്ങളുടെ RSS-ൻ്റെ തലവൻ പങ്കെടുക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളും പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ വൈസ് ചാൻസലർമാർ പങ്കെടുത്തു. അത്തരം എത്രയോ പരിപാടികളിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ട് ജീവിതത്തിൻ്റെ സർക്കാരിൻ്റെ വിവിധ തുറകളിലുള്ളവർ. RSS-കാർക്ക് എന്താ ഈ രാജ്യത്ത് അയിത്തമല്ലോ ഉണ്ടോ? നിരോധിക്കപ്പെട്ട സംഘടനയാണോ? RSS-കാർ ഈ രാജ്യത്ത് നികുതി കൊടുക്കുന്നില്ലേ? ഈ രാജ്യത്തിൻ്റെ എല്ലാ അധികാര കസേരകളിലും ഒരു 90% ഇരിക്കുന്നത് RSS ബന്ധമുള്ളവരാണ്. പിന്നെ RSS-കാർക്ക് മാത്രം പറ്റില്ല. കോൺഗ്രസ്സിനാകാം, ലീഗിനാകാം, CPM-നാകാം, സുഡാപ്പിക്ക് വരെ ആകാം. RSS-ന് മാത്രമേ ഇതൊന്നും പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അങ്ങനെ വെറുക്കപ്പെട്ട സംഘടനയോ നിരോധിക്കപ്പെട്ട സംഘടനയോ അല്ല RSS. രാജ്യദ്രോഹികളുടെ സംഘടനയല്ല RSS. രാജ്യസ്നേഹികളുടെ ഒരു പ്രസ്ഥാനം ഇന്ത്യയിലുണ്ടെങ്കിൽ അത് RSS മാത്രമാണ്. ആ RSS-നോട് സതീശൻ എന്താ എത്ര ദേഷ്യം? സതീശൻ പണ്ട് പങ്കെടുത്തിട്ടില്ലേ? സതീശൻ ഭാരതാംബയുടെ ചിത്രം വെച്ച വേദിയിൽ പോയി നിലവിളക്ക് കൊളുത്തിട്ടില്ലേ? ആ വേദിയിൽ സംസാരിച്ചിട്ടില്ലേ? ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ലേ? അപ്പോൾ ഇതൊക്കെ ഒരു നാടകമാണ്. പക്ഷേ ഈ നാടകം നടത്തുമ്പോഴും ഇവർ CPM ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗുണ്ടായിസ പരിപാടിയെ നമ്മൾ കാണാതിരുന്നുകൂടാ. CPM കാണിക്കുന്ന ഗുണ്ടായിസമാണ്. CPM എങ്ങനെയാണ് പിണറായി വിജയൻ്റെ പത്രസമ്മേളനങ്ങളിൽ പിണറായിയെ സംരക്ഷിക്കാൻ വേണ്ടി 4-5 മാധ്യമപ്രവർത്തകർ എടുത്ത കൊട്ടേഷൻ പണി മറ്റു മാധ്യമപ്രവർത്തകരെ നിശബ്ദരാക്കുക, ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക എന്നതായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മറ്റൊരു തരത്തിൽ ചെയ്യുന്നു. സതീശനെതിരെ ചോദ്യങ്ങൾ ചോദിക്കുക, ഞങ്ങൾ മാത്രം ചോദ്യം ചോദിച്ചാൽ മതി, മറ്റാരും ചോദ്യം ചോദിക്കേണ്ട എന്ന് പറയും പത്രസമ്മേളനങ്ങൾ അലങ്കോലപ്പെടുത്തുക എന്നുള്ള പണി ആരംഭിച്ചിരിക്കുന്നു. ഇതൊരു തുടക്കമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സമസ്ത മേഖലകളിലേക്കും ഇവർ ഈ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഉന്നമിട്ട് ശ്രമങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ ആദ്യ സൂചനയാണ് ഈ മാധ്യമ കൊട്ടേഷൻ സംഘം.